ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു ഷേക്കാണ്, അഥവാ ഒരു സ്മൂത്തിയാണ്. നമുക്കെല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഡയറ്റ് ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ ആർക്കും ഇഷ്ടമില്ല. അപ്പം ഒരു ഷേക്ക്, ഒരു സ്മൂത്തിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാനാണെങ്കിൽ മിക്കവർക്കും അതൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഒരു 2 വീക്സ് നമുക്ക് മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി സ്മൂത്തിയാണ്. ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നർ റെസിപ്പി ആയിട്ടോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വെയിറ്റ് ലോസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ തോന്നുമെങ്കിൽ നിങ്ങളത് കാണുക, ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. ഓട്സ് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓട്സ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്സ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഓട്സ് ആണ്. ഫ്ലേവേർഡോ അല്ലെങ്കിൽ മസാല ഓട്സോ ഒന്നുമല്ല. പ്ലെയിൻ ആയിട്ടുള്ള ഓട്സ് എടുക്കുക. അത് റോസ്റ്റഡ് ഓട്സ് തന്നെ വേണം. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പം റോസ്റ്റഡ് ഓട്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അതൊരു 2-3 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓട്സ് നമുക്കറിയാം വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. ഒരുപാട് ഫൈബറൊക്കെ ഉണ്ട്, ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട്, പ്രോട്ടീനുണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്. ഫൈബേഴ്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓട്സ് നമുക്ക് ഇതിനകത്ത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഓട്സിൻ്റെ ഗുണങ്ങളും ഓട്സ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ കാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കും. ഓക്കെ, അടുത്തത് വേണ്ടത് ആൽമണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബദാമാണ്. ബദാം നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീൻ, കാൽഷ്യം, കാർബ്സ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു സീഡാണ്. അതുപോലെ മഗ്നീഷ്യം, പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു സീഡാണ് ആൽമണ്ട്സ് എന്ന് പറയുന്നത്. ബദാം വരുമ്പോൾ നമുക്ക് വളരെ നല്ലതാണ്. ആൽമണ്ട് ഷേക്ക് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് കുടിക്കുന്നതും വെയിറ്റ് ലോസിന് നല്ലതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 7-8 അതല്ലെങ്കിൽ മാക്സിമം 10 അതിൽ താഴെ നിൽക്കുന്ന ഒരു അളവിൽ മാത്രമേ നമ്മളൊരു ദിവസം ആൽമണ്ട്സ് കഴിക്കാവുള്ളൂ. അപ്പോൾ ആൽമണ്ട്സ് ആണ് നമുക്ക് രണ്ടാമത് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഫ്ലാക്സ് സീഡ്സിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത് ചെറിയ ചണവിത്താണ്. അത് വളരെ ഹെൽപ്ഫുള്ളാണ് വെയിറ്റ് ലോസിന്. ഒരുപാട് അയൺ കണ്ടൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഫൈബർ, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീനൊക്കെ ഒരുപാട് വലിയൊരു സോഴ്സ് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ചിയ സീഡ്സിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിയ സീഡ്സൊക്കെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് ലോസ് കുറയ്ക്കാനും മെറ്റാബോളിസം ബൂസ്റ്റിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും 1 സ്പൂൺ വെച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് സ്പൂൺ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട്സ് അഥവാ നമ്മുടെ ബദാം അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നട്ട്സ്, നമ്മുടെ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യാം. അതിലും ഒരുപാട് പ്രോട്ടീനും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതും ഒരു 5 to 6 നട്ട്സ് മതി, അതിൽ കൂടുതലായിട്ട് എടുക്കണ്ട. ഇനി വേണമെങ്കിൽ ഡേറ്റ്സ്, ഈന്തപ്പഴം, അതൊരു 2-3 2-3 അതിൽ കൂടുതലായിട്ട് പോകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഈ ഷുഗർ പേഷ്യൻസൊക്കെയുള്ള കഴിവതും ഡേറ്റ്സൊക്കെ ഒരുപാട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വേണ്ടത് ഫ്രൂട്ടാണ്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുമ്പം യൂസ് ചെയ്യാം. ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ബനാനയാണ്. പഴം എന്ന് പറയുമ്പോൾ ചെറുപഴം ആകാം, ഞാലിപ്പൂവൻ പഴം, അതല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റയുടെ പഴം. ഏത്തപ്പഴം ഒരു കാരണവശാലും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അതാണ്, റോബസ്റ്റ പഴം ആയിരിക്കും ഏറ്റവും നല്ലത്. കാലറീസ് വളരെ കുറവുള്ള പഴമാണ് റോബസ്റ്റ പഴം. അപ്പോൾ റോബസ്റ്റ പഴം നിങ്ങൾക്ക് എടുക്കാം, അതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പഴം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ എടുക്കാം. ആപ്പിൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആപ്പിൾ എടുക്കാം, അതല്ലെങ്കിൽ മാമ്പഴം ഇഷ്ടമുള്ളവരാണെങ്കിൽ മാമ്പഴം എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്, ആ ഫ്രൂട്ട് എടുക്കാം.
ഇനി മധുരത്തിന് വേണമെങ്കിൽ തേൻ 1 ടേബിൾ സ്പൂൺ തേനിൽ കൂടുതലായിട്ട് ചേർക്കാനായിട്ട് പാടില്ല. മാക്സിമം 1 ടേബിൾ സ്പൂൺ. ഇപ്പം പഴത്തിനകത്തൊക്കെ ആവശ്യത്തിന് മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് തേൻ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പഞ്ചസാര യാതൊരു കാരണവശാലും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ പാല് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാലിന് പകരമായിട്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പാല് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് അതൊരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മാക്സിമം 1/2 ഗ്ലാസ് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് തിക്കായിട്ടുള്ള ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ആക്കുക. ഇത് നിങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉച്ചയ്ക്കോ ഡിന്നറായിട്ടോ കഴിക്കാവുന്നതാണ്. വളരെ ഫില്ലിംഗ് ആണ്, ഒരുപാട് ന്യൂട്രീഷ്യസ് ബെനിഫിറ്റ് ഉള്ള ഒരു ഷേക്ക് കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും നന്നായിട്ട് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് ആയാലും പ്രോട്ടീന്, ഫൈബർ, അയൺ, കാൽഷ്യം എല്ലാം ഈ ഒരു ഷേക്കിൽ നിന്ന് കിട്ടുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.